നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് കൊട്ടേഷൻ ആക്രമണമോ? കഴിഞ്ഞ ദിവസം പിടിയിലായ അമ്പിളി മാത്രമാണോ കേസിൽ പ്രതി? ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കങ്ങൾ. അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും വാങ്ങി നൽകിയത് പാറശാല സ്വദേശി സുനിലെന്നും സൂചനയുണ്ട്. സുനിലിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിനിടെ സംഭവത്തിന് ശേഷം പ്രതി അമ്പിളി മെഡിക്കൽ സ്റ്റോറിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. തമിഴ്നാട്ടിലെ പടന്താലമുട്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യമാണ് ന്യൂസ് 18 ലഭിച്ചത്. വി വിനോദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ ദിവസം നമുക്ക് ഈ പ്രതിയായിട്ടുള്ള അമ്പിളി മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇത് പണം തട്ടാൻ വേണ്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു എന്ന രീതിയിലുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചത്. പക്ഷേ ഇതിന് പിന്നിലൊരു കൊട്ടേഷൻ ആക്രമണമുണ്ടോ? അക്കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതില്ല. കാരണം ഈ പാറശാല സ്വദേശി സുനിലിന്റെ പങ്ക്, സുനില് ആണ് പ്രതിക്ക് ഗ്ലൗസും സർജിക്കൽ ബ്ലേഡും ഒക്കെ വാങ്ങി നൽകിയത് എന്ന സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കേസിൽ കൂടുതൽ ആളുകൾക്ക് ഈ കൊലപാതകಕ್ಕೆ മനസ്സിലായി. ടോം, ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതും. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി അമ്പിളി പടന്താലമുട്ടിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ആവശ്യപ്പെട്ടത് ടാക്സിയോ ഓട്ടോയോ ലഭിക്കുമോ എന്ന കാര്യമാണ്. അതിനുശേഷം അങ്ങനെ ആ സർവീസ് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരനോട് കളിയിക്കാവുള്ളവരെ ബൈക്കിൽ എത്തിക്കാമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ആ ജീവനക്കാരൻ അതും കഴിയില്ല എന്ന് പറയുന്നു. തുടർന്ന് ജീവനക്കാരൻ്റെ കയ്യിലെ ഫോൺ വാങ്ങി അമ്പിളി മറ്റാരെയോ ഫോൺ ചെയ്യുകയാണ്. തുടർന്ന് ജീവനക്കാരനോട് പറഞ്ഞത് സ്വിച്ച്ഡ് ഓഫ് ആണ് എന്ന് പറഞ്ഞ് ഈ ഫോൺ തിരികെ നൽകുന്നു. ഇത്രയുമാണ് ജീവനക്കാരനിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അമ്പിളി മാത്രമല്ല ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈ കൊലപാതകം നടന്ന കാറിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്പിളി മാത്രമല്ല മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന ചില വിവരങ്ങൾ, ചില സൂചനകൾ വരുന്നത്. അത് പാറശാല സ്വദേശി സുനിൽ എന്ന ഒരാളിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും ധരിക്കാനുള്ള കോട്ടും ഉൾപ്പെടെ നൽകിയത് സുനിൽ എന്ന ആളാണ്. ആ തരത്തിലുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുനിലിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. സുനിൽ 2 മെഡിക്കൽ സ്റ്റോറുകൾ സ്വന്തമായി ഉള്ള ആളെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പടന്താലമുട്ടിലെ മെഡിക്കൽ സ്റ്റോർ സുനിലുമായി ബന്ധമുള്ള മെഡിക്കൽ സ്റ്റോർ അല്ല, മറിച്ച് സുനിലിന് ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുണ്ട്. അമ്പിളി കൊലപാതകത്തിന് ശേഷം വന്നത് മറ്റൊരു മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. അവിടെ നിന്ന് ടാക്സി സർവീസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി എത്തിയ സ്ഥലമാണ്. ഈ സുനിലും അമ്പിളിയും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കാരണം ദീപുവിൻ്റെ കൊലപാതകം, അത് ആ കുറ്റം അമ്പിളി ഏറ്റെടുക്കുമ്പോൾ തന്നെ അറിയണം വിനോദ്. കാരണം ഈ സുനിലും ദീപുവും തമ്മിൽ എന്താണ് ബന്ധം? ഏതെങ്കിലും വ്യക്തിവിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കൊലപാതകമാണോ? ഈ സുനിലുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീപുവുമായി നേരിട്ട് സുനിലിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, പക്ഷേ അമ്പിളിയുമായി ബന്ധമുണ്ട്. ദീപു എന്ന ക്വാറി ഉടമയെക്കുറിച്ച് അമ്പിളിയിൽ നിന്ന് സുനിൽ മനസ്സിലാക്കി എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് ഇനിയും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല, ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അമ്പിളിയുടെ കാര്യം പരിശോധിച്ചാൽ അമ്പിളി 2018 വളരെ സജീവമായി ഗുണ്ടാ സംഘങ്ങളുമായി ഏർപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിരുന്ന ആളാണ്.
2 കൊലക്കേസ് ഉൾപ്പെടെ ഏതാണ്ട് 50-നടുത്ത് കേസുകളിൽ പ്രതിയായ ആളെന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ഒരാൾ എങ്ങനെ ദീപുവിൻ്റെ വാഹനത്തിലെത്തി? ഇവർ തമ്മിൽ പരിചയമുണ്ടെന്ന് ദീപുവിൻ്റെ മാനേജർ കഴിഞ്ഞ ദിവസം തന്നെ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു യാത്ര ക്വാറിയിലേക്ക് ആവശ്യമായ വാഹനം വാങ്ങുന്നതിന് വേണ്ടി പോകുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളിനെ ദീപു വാഹനത്തിൽ കയറ്റിയത്? മാത്രവുമല്ല, തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഈ വാഹനത്തിൽ ദീപു മാത്രം ഉണ്ടായിരുന്നു എന്ന വിവരമാണ് വരുന്നത്. അമ്പിളി ഉണ്ടായിരുന്നില്ല. നെയ്യാറ്റിൻകരയിൽ നിന്നോ പാറശാലയിൽ നിന്നോ ആണ്, അല്ലെങ്കിൽ കളിയിക്കാവിളയിൽ നിന്ന് അമ്പിളി ഈ വാഹനത്തിൽ കയറി എന്ന തരത്തിലുള്ള ചില സൂചനകൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അമ്പിളി മാത്രമാണ്. ചുമലിൽ മെഡിക്കൽ സ്റ്റോറിലെത്തിയ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്പിളിയുടെ ചുമലിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട്. അത് ദീപ് കൊണ്ടുവന്ന 10 ലക്ഷം രൂപ ആ ഉള്ളിലാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം വ്യക്തമാണ്. മാത്രവുമല്ല, ആ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരിൽ നിന്ന് ഫോൺ വാങ്ങി അമ്പിളി വിളിച്ചത് അത് ഈ പറയുന്ന പാറശാല സ്വദേശിയാണ്. അങ്ങനെയെങ്കിൽ എന്തിന് ഈ പാറശാല സ്വദേശിയായ സുനിലിനെ അമ്പിളി വിളിക്കണം? അത് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ്റെ മൊഴിയുണ്ട്, അമ്പിളിയുടെ കുറ്റസമ്മത മൊഴിയുണ്ട്. ഈ 2 കാര്യങ്ങളിലും പറയുന്നത് പാറശാല സ്വദേശിയായ സുനിലിനെ വിളിച്ചു എന്നാണ്. സുനിലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ തന്നെ പറഞ്ഞു. ഈ തൻ്റെ ഫോൺ വാങ്ങി അമ്പിളി വിളിച്ച ശേഷം പറഞ്ഞു താൻ വിളിച്ചയാൾ സ്വിച്ച് ഓഫ് ആണ് എന്ന കാര്യം പറഞ്ഞു എന്നത്. അതായത് ഈ കൊലപാതകത്തിന് ശേഷം സുനിലിൻ്റെ ഫോണിലേക്ക് കോൾ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ തന്ത്രപരമായി ഈ കൊലപാതകത്തിന് ശേഷം അയാൾ ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഫോൺ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ അയാൾ ഭയപ്പെട്ടു. ഈ കൊലപാതകത്തിന് ശേഷം ഉണ്ടാകാവുന്ന കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെട്ട് അയാൾ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ സാങ്കേതികമായി നോക്കിയാൽ ഒരുപക്ഷെ റേഞ്ചില്ലാത്ത സ്ഥലത്തോ മറ്റോ ആയിരിക്കാം എന്ന തരത്തിലൊക്കെയും നമുക്ക് കരുതാം. പക്ഷേ സുനിലിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ദീപുവും സുനിലും തമ്മിൽ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അമ്പിളി സുനിലുമായി ബന്ധപ്പെട്ടത്? അമ്പിളി തന്നെ സുനിലിനോട് പറഞ്ഞിട്ടുണ്ടാകണം ഇങ്ങനെ. കുടുംബത്തിന്, ദീപുവിന്റെ കുടുംബത്തിന് അങ്ങനെ അറിയാമോ? ഈ സുനിലിനെ കുറിച്ച് അറിയാമോ? നേരത്തെ തന്നെ കുടുംബം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ദീപുവിന്റെ ഫോണിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ഭീഷണി കോളുകൾ വന്നിരുന്നു. പല രീതിയിലുള്ള വധഭീഷണി പോലും ദീപുവിന് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഈ സുനിലിനെ കുറിച്ച് അറിയാമോ, ദീപുവിന്റെ കുടുംബത്തിന്? അങ്ങനെ ഒരു വിവരം കുടുംബം നൽകുന്നില്ല. കുടുംബം ആകെ നൽകുന്നത് കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നു. ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് 50 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു എന്ന തരത്തിലാണ് കുടുംബാംഗങ്ങൾ ആ കാര്യം വ്യക്തമാക്കുന്നത്. അത് ചില ഈ മലയൻകീഴ് നമുക്കറിയാം, മൂക്കുന്നി മലയിലെ ചില ക്വാറികൾ, ഈ ക്വാറികളുമായി ബന്ധപ്പെട്ട് പലവിധ തർക്കങ്ങളുണ്ടായിരുന്നു. അവിടെ കൊട്ടേഷൻ സംഘങ്ങളാണ് ഇങ്ങനെ ഈ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പലപ്പോഴും അവരുടെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. 2018 ശേഷം അമ്പിളിയും ആ തരത്തിൽ ചില ഒത്തുതീർപ്പ്, അതായത് ഇടനിലം നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയായിരുന്നു. ക്വാറി ഉടമകളോ അവിടുത്തെ തൊഴിലാളികളോ തമ്മിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കുന്ന രീതിയിൽ ഇടപെടുക, അവിടെ നിന്ന് അതിൻ്റെ ഇടനിലം നിന്നതിൻ്റെ പേരിൽ പിന്നീട് പണം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ ചെയ്തിരുന്നത്. അവിടെ ക്വാറി ഉണ്ടായിരുന്ന ദീപുവിന് അമ്പിളിയുമായി പരിചയമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അമ്പിളിയെ ഈ യാത്രയിൽ കൂട്ടാനുള്ള സൗഹൃദം, അത്രയും വലിയ സൗഹൃദമുണ്ടോ? മാത്രമല്ല, അമ്പിളി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണ്. പ്രമേഹം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മുൻ കൊട്ടേഷൻ സംഘാംഗമായ അമ്പിളിക്കുണ്ട്. അങ്ങനെ ഒരാൾ ഒരു വാഹനത്തിനുള്ളിൽ ഒരു കൊലപാതകം നടത്തുമ്പോൾ സ്വാഭാവികമായി ഒരു പിടിവലിയുടെയോ അങ്ങനെ ബലപ്രയോഗത്തിൻ്റെയോ സാധ്യതകൾ ഉണ്ടാകണം. പക്ഷേ അതൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, അമ്പിളി ഈ വാഹനത്തിൽ നിന്ന് പോവുകയും പിന്നീട് സമീപത്തെ മെഡിക്കൽ സ്റ്റോറിലെത്തി അവിടെ നിന്ന് തനിക്ക് നാട്ടിലേക്ക് പോകാൻ, കളിയിക്കാവിളയിൽ പോകണമെന്നാണ് അമ്പിളി ആവശ്യപ്പെടുന്നത്. കളിയിക്കാവിള ബോർഡറാണ്. അത് കഴിഞ്ഞാൽ കളിയിക്കാവിളയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ബസ് ലഭിക്കും. അങ്ങനെ തന്നെയാണ് മലയത്തേക്ക് പിന്നീട് തിരുവനന്തപുരത്ത് അമ്പിളി എത്തുന്നതും. അവിടെ ചോദിച്ചു എന്ന കാര്യമാണ് ആ CCTV ദൃശ്യങ്ങൾ. ഏറ്റവും നിർണായകമായ അമ്പിളിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഇനിയും ധാരാളം ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തിന് ഈ കൊലപാതകം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്പിളി എവിടെ നിന്ന് ഈ വാഹനത്തിൽ കയറി, സുനിലിൻ്റെ പങ്ക് എന്താണ് ഈ കൊലപാതകത്തിൽ, തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ. മാത്രവുമല്ല, കുടുംബം പറയുന്ന തരത്തിൽ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കൊട്ടേഷൻ സംഘം ഏത്, പിന്നീട് 50 ലക്ഷം രൂപയായി ഉയർത്തി, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അത് അവരെ കണ്ടെത്താൻ കഴിഞ്ഞോ? അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കേസിൽ അവശേഷിക്കുന്നുണ്ട്. അമ്പിളി എന്ന ഒരാൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. പക്ഷേ ചോദ്യങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ടോം.
വിനോദ്, അത് കൃത്യമായ വിവരങ്ങളാണ്. കാരണം ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്, ഇതൊരു ആസൂത്രിതമായ കൊലപാതകം ആയിരുന്നുവെന്ന്. അതല്ലാതെ പണം തട്ടുക മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ സർജിക്കൽ ബ്ലേഡോ ഗ്ലൗസോ കൊണ്ടുപോകേണ്ട കാര്യമില്ല. മാത്രമല്ല, പ്രതി അമ്പിളിയുടെ കൈവശം ഫോണില്ലാത്തതുകൊണ്ടാണല്ലോ ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി അവിടുത്തെ ജീവനക്കാരൻ്റെ ഫോണിൽ നിന്നും ഈ സുനിലിനെ വിളിക്കാൻ ഉള്ള നീക്കങ്ങൾ നടത്തിയത്. അതായത് ഫോൺ പോലും കൈവശം ഇല്ലാതെ ഒരു രീതിയിലും തെളിവുകൾ ബാക്കി വെക്കാത്ത രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് പ്രതി അമ്പിളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ചോദ്യം ചെയ്തതിൽ നിന്നും അത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കൊലപ്പെടുത്തുക, ദീപുവിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നില്ലേ അമ്പിളിക്ക്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമ്പിളി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ, ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാകണം ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ പകർന്നു. നമുക്കിപ്പോഴും കാണാം ഈ കാറിനുള്ളിലെ രക്തക്കറ. ഒരു നിഷ്ഠൂരമായ കൊലപാതകം. പക്ഷേ അതിനെ ചൊല്ലി പലവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട ആളിന് വലിയ തരത്തിലുള്ള ഒരു ഭീമമായ തുകയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് തുക കുടുംബത്തിന് കിട്ടുന്നതിന് വേണ്ടി സ്വമേധയാ നടത്തിയ ഒരു കൊലപാതകം, കൊല്ലപ്പെട്ട ആൾ കൂടി അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളും അങ്ങനെയുള്ള ചില പ്രചരണവും പുറത്തു വന്നിരുന്നു. പക്ഷേ അതെല്ലാം പോലീസ് തള്ളിക്കളയുകയാണ്. ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന് അടിസ്ഥാനമില്ല എന്നതാണ് പറയുന്നത്. ദീപുവിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഭീമമായ കടം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്വാറി ഉടമ യാത്ര ചെയ്യുകയും യാത്രയുടെ തുടക്കത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ ഇടയ്ക്ക് വെച്ച് ആ വാഹനത്തിൽ കയറുകയും ചെയ്യുന്നതിൽ അസ്വാഭാവികതയുണ്ട്, ദുരൂഹതയുണ്ട്. തിരുവനന്തപുരം സ്വദേശി, മലയം സ്വദേശിയായ അമ്പിളി എന്തിന് കളിയിക്കാവിള വരെ വരണം, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര വരെ വരണം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തുടക്കത്തിൽ തന്നെ ഇവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ അല്ലാതെ കയറുമ്പോഴാണ് അതിനകത്ത് സംശയങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പാറശാല സ്വദേശിയായ സുനിൽ, നമുക്ക് ഈ പ്രദേശം പരിശോധിച്ചാൽ നെയ്യാറ്റിൻകര, പാറശാല, കളിയിക്കവിള അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ദീപു വാഹനത്തിൽ സഞ്ചരിച്ചെത്തുകയും പാറശാല സ്വദേശിയായ ആളിനെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടു എന്ന ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ അമ്പിളി എങ്ങനെ ഈ പ്രദേശത്തേക്ക് എത്തി, അതായത് അതിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നോ, ദീപുവിനെ വളരെ തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു, ദീപുവിൻ്റെ വാഹനത്തിൽ കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണോ, ഗൂഢാലോചന വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതുണ്ട്. തമിഴ്നാട് പോലീസാണ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. വിനോദ്, ഈ ദീപുവിനെ കുറിച്ച്, സുനിലിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഈ അമ്പിളിയുടെ മൊഴികളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. എവിടെയാണ് ഈ സുനിൽ, പാറശാല സ്വദേശി സുനിൽ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ തന്നെ ഈ കൊലപാതകത്തിന് ശേഷം സുനിലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇയാൾ നാട് വിട്ടതായി, അതായത് കേരള സംസ്ഥാനം വിട്ടതായി കരുതണോ? സുനിലിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. സുനിൽ എവിടെ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത് തമിഴ്നാട് പോലീസാണ്. കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ വിപുലമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിലെ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്പിളി എന്ന ഒരു പ്രതിയിൽ മാത്രം ഒതുങ്ങുമോ, അതല്ല ഇതിന് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ മനസ്സിലാക്കുന്നത് ദീപുവിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടേക്ക് എത്തി എന്നുള്ള ഒരു കാര്യമാണ്. പ്രതിയെ ഒരുപക്ഷെ ഇവിടേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം പ്രതിയുടെ ഭാര്യയെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അമ്പിളിയുടെ ഭാര്യയെ ഉൾപ്പെടെ ഇവിടെ എത്തി ചോദ്യം ചെയ്തിരുന്നു. ആ തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇതിൻ്റെ മോട്ടീവ് പ്രധാനമായി ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിനൊരു കാരണം വേണം. എന്താണ് അതിനുള്ള കാരണം? ആ കാര്യമാണ് പരിശോധിക്കുന്നത്.
കൊലപാതകം നടത്തി എന്ന കാര്യം അമ്പിളി സമ്മതിക്കുമ്പോൾ തന്നെ അതിനുള്ള മോട്ടീവ് എന്താണ്? അമ്പിളിയും ദീപുവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായിരുന്നോ? കൊട്ടേഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ചോദിച്ച പണം നൽകാത്തതിൻ്റെ പേരിലാണോ? അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ സുനിൽ എന്ന ഒരാളിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്, കേരള പോലീസുകൾ സംയുക്തമായി ഇടപെട്ടുകൊണ്ട് അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എങ്ങനെ വാഹനത്തിൽ കയറി? കൊലപ്പെടുത്തുന്നതിന് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ? ദീപു ഏത് തരത്തിലാണ് ഈ വാഹനത്തിൽ കയറ്റുന്നത്? ദീപുവിനെ തന്ത്രപരമായി കുടുക്കിയതാണോ? അതല്ലെങ്കിൽ ദീപുവിനെ തെറ്റിദ്ധരിപ്പിച്ച് കയറിയതാണോ? സുനിലിന് ഇതിലുള്ള പങ്ക് എന്താണ്? ഈ യാത്രയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോർന്നതെന്താണ്? അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രചരിച്ച തരത്തിലുള്ള കഥകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? തുടങ്ങി നിരവധി കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രതി പിടിയിലായിട്ടുണ്ട്, കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ കൊലപാതകത്തിന് അടിസ്ഥാനമായ പോലീസിനെ സംബന്ധിച്ച് ഏറെ സഹായകരമായിട്ടുള്ള കാര്യം, കേസിലെ മുഖ്യപ്രതി കൊലയാളി തന്നെ പിടിയിലായത്. പക്ഷേ ഈ പ്രതി അമ്പിളിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം അത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ടോ? തുടക്കത്തിൽ പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അമ്പിളി പറഞ്ഞത്. ഈ സുനിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം വിനോദ് ഇപ്പോൾ നിൽക്കുന്ന കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് 2 സ്ത്രീകളടക്കം പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പോയിട്ടുണ്ട്. ഈ ദീപുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായോ അതല്ലെങ്കിൽ മൊഴിയെടുക്കലിൻ്റെ ഭാഗമായിട്ടോ ആരെങ്കിലും എത്തിയതാണോ വിനോദ് അവിടെ? ദീപുവിൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദീപുവിൻ്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ ഭാര്യയെ തുടങ്ങി ഇവർ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണം അമ്പിളി പലപ്പോഴായി മൊഴി മാറ്റുന്നുണ്ട്. നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കേസുകളെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഒരുപക്ഷെ അറിയാവുന്ന ആളാണ്. ആ നിലയ്ക്ക് അമ്പിളി മൊഴി മാറ്റുമ്പോൾ അത് പോലീസിനെ കൂടുതൽ വലയ്ക്കും. പക്ഷേ പോലീസിന് വേണ്ടത് തെളിവുകളാണ്, ശാസ്ത്രീയമായ തെളിവുകൾ, കൃത്യമായ തെളിവുകൾ. ഇതിൻ്റെയൊക്കെയും അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇതിൻ്റെ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുക. കൊലപാതകിയെ കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പണന്താലുംമൂട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ഈ കൊലപാതകം നടന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് മെഡിക്കൽ സ്റ്റോറിലേക്ക് അമ്പിളി എത്തുന്ന ദൃശ്യങ്ങൾ. അവിടെ വാഹനം കിട്ടുമോ എന്ന കാര്യം ആരാഞ്ഞത്, ടാക്സിയോ ഓട്ടോയോ കിട്ടുമോ എന്ന കാര്യം ചോദിച്ചത്, അതടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഓഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, CCTVയിൽ ലഭ്യമായ ഓഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പിളിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ആളിന് കാലിൽ മുടന്തുണ്ട്. മെഡിക്കൽ സ്റ്റോറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും മുടന്തി എത്തുന്ന ഒരാൾ തന്നെയാണ്, അത് അമ്പിളിയാണ്. അവിടെ നിന്ന് കളിയിക്കാവിളയിലേക്കും തുടർന്ന് മലയത്തേക്കും ബസ്സിൽ യാത്ര ചെയ്ത് എത്തുന്നു. അവിടെ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. ഈ പണം കണ്ടെത്തിയിട്ടുണ്ട്. 7 ലക്ഷം രൂപ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയതായ വിവരമാണ് വരുന്നത്. ആ നിലയ്ക്ക് നഷ്ടപ്പെട്ട തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആത്യന്തികമായി ഈ കേസിൽ എന്തിന് കൊല നടത്തി, ആ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. വി വിനോദാണ് കളിയിക്കാവിള പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ദീപുവിൻ്റെ കുടുംബാംഗങ്ങളെ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പാറശാല സ്വദേശി സുനിൽ എന്നൊരു കഥാപാത്രം കൂടി ഇതിലേക്ക് ഈ കേസിലേക്ക് വരുന്നുണ്ട്. അതായത് സുനിലിനെയാണ് സംഭവത്തിന് ശേഷം പ്രതി അമ്പിളി വിളിച്ചത് എന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. ഈ സുനിലിന് ഈ കേസിലുള്ള പങ്കെന്താണ്? ഇത് കൊട്ടേഷൻ കൊലപാതകമാണോ? ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. മറ്റൊരു വാർത്തയാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓടക്കാലി സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ഇവർ പണം വായ്പയെടുത്തിരുന്നു. ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ചിലർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ഇത് ഈ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലമുള്ള ആത്മഹത്യ എന്ന് തന്നെ കരുതേണ്ടതല്ലേ ഈ ചാന്ദിനി ജീവനൊടുക്കിയ കേസിനെ? ടോം, ഇത് സംബന്ധിച്ച് കുറുപ്പമ്പടി പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം
ചാന്ദിനിക്ക് ഇന്നലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന്, അത് സ്വകാര്യ പണമിടപാട് സ്ഥാപനം, അവിടെ അവർ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക വന്നിരുന്നു. ഈ കുടിശ്ശിക തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിശ്ശിക അടയ്ക്കണം, ഇതിനെ മുടക്ക് വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ കുടിശ്ശിക അടയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിലെ ചില ജീവനക്കാർ ഇവിടെ വന്നിരുന്നുവെന്നും ഇവരോട് സംസാരിച്ചിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസിനോട് ഇവർ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാഭാവികത അവർ അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നില്ലായിരിക്കും. പിന്നീടാണ് ഈ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്കെല്ലാം വന്നപ്പോഴാണ്, ഇതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം ഇതിലേക്ക് വരുന്നതാണ് എന്ന രീതിയിലേക്ക് വീട്ടുകാർ അത് തിരിച്ചറിയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പോലീസിൽ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നെടുമ്പുറത്ത് വിഷ്ണുവിൻ്റെ ഭാര്യ ചാന്ദിനി, അവർ 29 വയസ്സാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടാണ് അവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് സംബന്ധിയായ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുന്നത്. ഇവർക്ക് ഈ വായ്പാ സംഘം കൊടുത്ത സ്ഥാപനത്തിൽ നിന്നടക്കം ഭീഷണി ഉണ്ടായിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടേക്ക് വന്ന ആളുകൾ അവർ സംസാരിച്ച രീതി എന്താണ്, എങ്ങനെയായിരുന്നു എന്നതടക്കം ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവരോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നതുള്ള സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. എന്താണ് അവർ സംസാരിച്ചത്, ഏത് രീതിയിലായിരുന്നു ഇവരെ മനപ്രയാസം വരുത്തുന്ന രീതിയിലേക്ക്, അപഹസിക്കുന്ന രീതിയിലേക്ക് അടക്കം ഇവരോട് സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഏതെങ്കിലും രീതിയിൽ ഇവർ വല്ല സന്ദേശങ്ങൾ, കുറിപ്പുകളോ കാര്യങ്ങളോ ചാന്ദിനി അവിടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നു. എന്തായാലും ഇവർ വന്നു പോയതിനു ശേഷമാണ് ഈ രീതിയിലേക്ക് ഇപ്പോൾ ചാന്ദിനി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെ വരവും ഈ സംഭാഷണവും എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ഈ വായ്പ എടുത്ത കാര്യങ്ങൾ തിരിച്ചടക്കണമെന്നത് സംബന്ധിച്ച കാര്യങ്ങളിലാണ് അവരുടെ സംസാരം നടന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതെന്തിനായിരുന്നു വായ്പ, എത്ര കുടിശ്ശിക വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വീട്ടിലറിയാമായിരുന്നോ എന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് ഇവർ എങ്ങനെയാണ് പെരുമാറിയതെന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ ലഭിക്കൂ. ഈ സ്ഥാപനത്തിലും പോലീസ് പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ വന്ന ജീവനക്കാരെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവർ സ്ഥാപനത്തിലെ നേരിട്ടുള്ള ജീവനക്കാരാണോ അതോ ഇത്തരം കുടിശ്ശികക്കാരെ കാണുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ പൂർണ്ണമായൊരു ചിത്രം വ്യക്തമാവുകയുള്ളൂ. ചാന്ദിനിയുടെ ഈ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതുപോലെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണി മൂലം, അതല്ലെങ്കിൽ ലോൺ ആപ്പുകളുടെ ഭീഷണി മൂലമൊക്കെ നിരവധി ആളുകൾ, നിരവധി യുവതി യുവാക്കൾ ജീവനൊടുക്കിയിട്ടുള്ള ഒരു വാർത്തകൾ നമ്മൾ ഈ സമീപകാലത്ത് നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ കാണണം. ഈ കേസിനെയും അതേ രീതിയിൽ ഈ വട്ടിപ്പലിശക്കാരുടെയൊക്കെ അല്ലെങ്കിൽ ഈ കൊള്ളപ്പലിശക്കാരുടെയൊക്കെ ഭീഷണിയെ തുടർന്നുള്ള ആത്മഹത്യ എന്ന രീതിയിൽ തന്നെ കാണേണ്ടതല്ലേ? പോലീസ് ഇവർക്കെതിരെ, ഈ സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടോ ഈ യുവതിയുടെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ? ടോം, നിലവിൽ ഈ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. പക്ഷേ അന്വേഷണം നടത്തുകയാണ്. ഇവർ ഏത് രീതിയിലുള്ളൊരു പണമിടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് നൽകിയിരുന്നത്, ഇതിന് ഈടായി എന്ത് വാങ്ങിച്ചിരുന്നു, എത്രത്തോളം പണമാണ് നൽകുന്നത് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുകയാണ്. കാരണം നമുക്കറിയാം, ഈ വട്ടിപ്പലിശക്കാർ എന്ന് പറയുന്ന ഒരു സംഘങ്ങൾ ഇതെല്ലാം ചേർന്ന് നടത്തുന്ന ചൂഷണം വളരെ വലുതാണ്. അതുമാത്രവുമല്ല, ആളുകളെ ഈ കടം കൊടുത്തു എന്നതിനപ്പുറം അത് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലാണ് ആളുകളെ ഉപദ്രവിക്കുന്നത്. മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ചില കൊട്ടേഷൻ സംഘങ്ങളെ പോലും ഇത്തരം പണം പിരിവിനെ ഏർപ്പാടാക്കുന്ന രീതിയിലേക്ക് അടക്കം പോകുന്നു. അതുമാത്രവുമല്ല, നമുക്ക് കടമക്കുടിയിലെ സംഭവം മറക്കാൻ കഴിയില്ല. കടമക്കുടിയിൽ ഈ ലോൺ ആപ്പുകളുടെ കെണിയിൽ വീണ് ഒരു കുടുംബം 4 പേരാണ് ഒന്നടങ്കം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നത്. 2 പിഞ്ചു കുട്ടികളടക്കം അവരെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് അടക്കം പോയിരുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന്, ഇത്തരം പലിശക്കാരുടെ കെണിയിൽ വീഴുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു എന്നതടക്കം അത്തരം ആ രീതികൾ തന്നെ ഇവിടേക്കെല്ലാം തന്നെ അനുവർത്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ പോലീസ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു സ്വഭാവം, അവർ പലിശ ഈടാക്കുന്നതും തിരിച്ച് ഈ പണം പിടിച്ച് എടുക്കുന്നതും ഇത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലുകളെല്ലാമാണ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്
ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യത്തിലേക്ക് നീങ്ങുന്നു. ഒപ്പം മറ്റേതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഇവർക്കെതിരെ ഈ സ്ഥാപനത്തിനെതിരെ അടക്കമുണ്ടോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വൈകാതെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ ഓടക്കാലിയിൽ ചാന്ദിനി എന്ന യുവതി ജീവനൊടുക്കിയ കേസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാരണം ഇവരുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവരുടെ വീട്ടിൽ, ഈ ചാന്ദിനിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. വെള്ളത്തിൻ്റെ ഭാരം. സ്പോട്ട് ലൈവ് തുടരുന്നു. ചില്ലറ ചോദിച്ചതിലെ തർക്കത്തെ തുടർന്ന് KSRTC കണ്ടക്ടർക്ക് നേരെ മർദ്ദനം. കണ്ടക്ടറുടെ കയ്യിൽ കടിച്ചു മുറിവേൽപ്പിച്ചു. ആലപ്പുഴ കോട്ടയം KSRTC ബസ്സിലെ കണ്ടക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും മുഖത്തും മുറിവുകളുണ്ട്. പ്രതി മുബീൻ ചുങ്കത്തെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി, സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വണ്ടി നിർത്തുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് അവരോട് തന്നെ സംസാരിച്ചിട്ട് വണ്ടി കോട്ടയമാണ്, വഴി എവിടെ സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വണ്ടി പോയി. വണ്ടി വന്നിട്ട് തിരിച്ച് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപ നോട്ട് തന്നു. 20 രൂപയാണ് ചേഞ്ച്, 20 രൂപ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് 20 ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 500 നോട്ടിന് അങ്ങ് തിരികെ വാങ്ങിച്ചു, തിരികെ കൊടുത്തു ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ടിക്കറ്റിൻ്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ബാലൻസ് 480 തന്നിട്ട് 500 തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാനായിട്ട് ബെല്ലടിച്ചു. വണ്ടി ബെല്ലടിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെല്ലടിച്ച സമയത്ത് ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ കയ്യിലിരുന്ന മെഷീനും പൈസയായിട്ട് അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടുന്ന സമയത്ത് മെഷീൻ തെറിച്ച് താഴെ പോയി. കയ്യിരുന്ന പൈസ എല്ലാം തെറിച്ചു പോയി. അപ്പോഴത്തേക്ക് ഞാൻ മെഷീൻ പൊട്ടിയെന്നുള്ളത് നോക്കാണ്ട് ഇറങ്ങാൻ വിട്ടില്ല. ഇറങ്ങാൻ വിടാത്ത സമയത്താണ് എന്നെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിടുകയും അവിടെ ഒരു ലേഡി അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ആണ് തലയിലിടിക്കുകയും ഒത്തിരിക്കുകയും കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞ് ഇവിടെ ഹോൾഡ് ചെയ്തു വണ്ടിയുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അപ്പോൾ പുന്നപ്ര സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആയതുകൊണ്ട് നമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് തുടർ നടപടി സ്വീകരിക്കണം. എന്താണ് നമുക്ക് നിലവിലുള്ളതിനെ പറ്റി പൂർണ്ണ രൂപം മനസ്സിലായിട്ടില്ല. ആലപ്പുഴ സ്വദേശിയാണോ? ആലപ്പുഴ ചുങ്കത്തുള്ളതാണെന്നാണ് ഇയാൾ പറഞ്ഞത്. ശരണ്യ സ്നേഹിച്ചൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യായി, ചില്ലറ ചോദിച്ചതിലെ പ്രകോപനം, ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരാളെ കടിക്കുകയും തലയ്ക്കും മുഖത്തുമൊക്കെ മർദ്ദിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്, ഈ ബസ്സിൽ സംഭവിച്ചത്? ടോമ, ഈ ബസ് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. ഈ ബസ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ മുബീൻ, അതായത് ഈ കേസിലെ പ്രതിയായ മുബീൻ ആ ബസ്സിൽ കയറുന്നത്. കയറിയ ഘട്ടം മുതൽ തന്നെ ഈ പലതവണ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ച ഘട്ടത്തിൽ ഇയാൾ ഫോണിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടക്ടർ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല മറ്റു ചിലർ കൂടി വണ്ടിയിൽ കയറാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപയുടെ നോട്ട് എടുത്ത് ഇയാൾ നൽകി. അപ്പോൾ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞപ്പോൾ 500 രൂപയുടെ ബാക്കി പിന്നീട് തരാം, അതായത് ഇറങ്ങാൻ നേരത്തെ തരാം എന്ന് കണ്ടക്ടർ അറിയിച്ചു. എന്നാൽ ആ സമയം തന്നെ മുബീൻ ഈ പണം തിരികെ വാങ്ങിയതിനു ശേഷം പിന്നീട് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞത് 20 രൂപയുടെ ടിക്കറ്റും ഒപ്പം തന്നെ 480 രൂപ ബാക്കിയും തന്നാൽ കയ്യിലേക്ക് തന്നാൽ താൻ 500 രൂപയുടെ നോട്ട് അങ്ങോട്ട് തരാം എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണം. ഇത് ഇവർ തമ്മിൽ ഒരു ചെറിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒപ്പം തന്നെ ഈ വണ്ടി അവിടെ, അതായത് ചുടുകാട് ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും വണ്ടി ബെല്ലടിച്ച് ഈ ആളെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ടുള്ള ശ്രമം നടന്നു. അതായത് അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനാവില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പ്രകോപനം സംഭവിക്കുകയും ഈ കണ്ടക്ടറുടെ കയ്യിലിരുന്ന പണവും ഒപ്പം തന്നെ ആ ബാഗും ടിക്കറ്റ് എടുക്കുന്ന മെഷീനും ഉൾപ്പെടെ ഇയാൾ തട്ടിത്തെറിപ്പിച്ചു. അത് താഴേക്ക് വീണ ശേഷമാണ് ഈ ടിക്കറ്റ് മെഷീൻ, അതായത് ഈ ടിക്കറ്റ് നൽകുന്ന മെഷീൻ അവിടെ വീട് പൊട്ടി. തുടർന്ന് ഇവര് വണ്ടിയുടെ ഡോർ അടയ്ക്കുകയായിരുന്നു.
പിന്നീട് കണ്ടക്ടർ ഇയാൾ മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടക്ടർ കൈവെള്ളയിൽ കടിച്ച മുറിവേറ്റ പാടുണ്ട്. കയ്യിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മൾ കാണുമ്പോൾ മുഖത്തൊക്കെ ഇടിയേറ്റിട്ട് മുഖത്തും രക്തം കണ്ടക്ടറുടെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിലുണ്ടായിരുന്ന ആളുകളും പറഞ്ഞത് ആ ഫ്രണ്ട് സീറ്റിലേക്ക് ഡ്രൈവറെ തള്ളിയിട്ട ശേഷം അയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും മുഖത്തും ഇടിയേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കയ്യിൽ രണ്ട് ഭാഗത്തായി കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇവർ ഈ ബസ് അവിടെ ഉണ്ടായിരുന്ന ബസ്സിനകത്തുണ്ടായിരുന്ന ചില യാത്രക്കാരുടെയും കണ്ടക്ടറും ഡ്രൈവറും കൂടെ ചേർന്ന് ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത് പുന്നപ്ര സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. കളർകോട് വഴി നേരെ കളർകോട് വഴി AC റോഡിൽ കോട്ടയത്തേക്ക് പോകേണ്ട വണ്ടിയായിരുന്നു. പക്ഷെ വണ്ടി നേരെ അവർ പുന്നപ്ര സ്റ്റേഷനിൽ എത്തിച്ചു. അടുത്ത പോലീസ് സ്റ്റേഷനായ അവിടെ എത്തിച്ച് പ്രതിയെ അവിടെ കൈമാറുകയും മറ്റ് ബസ്സിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ മറ്റൊരു ബസ്സിൽ അയക്കുകയുമായിരുന്നു. ഈ ചുങ്കം സ്വദേശിയായ മുബീൻ എന്ന ആളാണ്, ഒരു യുവാവാണ് ഇത്തരം പരാക്രമം ആ ബസ്സിൽ കിടന്ന് കാട്ടിയത്. പോലീസ് വന്നപ്പോൾ മുബീൻ പറഞ്ഞത് തന്നോടും അസഭ്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരോ ഇവരുടെ ഭാഗത്ത്, അതായത് മുബീന്റെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് അവർ കാര്യങ്ങൾ പറഞ്ഞത്. ഒപ്പം പോലീസും അത് പറയുന്നുണ്ട്. പോലീസും മുബീനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ രീതിയിലാണോ പ്രതികരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യാതൊരു മറുപടിയും ഇല്ലാതെ മുബീൻ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഇത് സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. പിന്നീട് പുന്നപ്ര പോലീസ് മുബീനെ സൗത്ത് പോലീസിന് കൈമാറുകയും സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു ബസ് ജീവനക്കാരനെ, അത് പെട്ടെന്നുള്ള പ്രകോപനമായിക്കോട്ടെ, പക്ഷെ ഇങ്ങനെയൊക്കെ മർദ്ദിക്കണമെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ ഒരു മാനസികാവസ്ഥയുള്ള ആൾക്ക് കഴിയുമോ? ഇയാൾ വല്ല ലഹരിക്കോ മറ്റോ അടിമയാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ ശരണ്യ? അത് സംബന്ധിച്ച് നമുക്ക് വിവരമൊന്നും ലഭ്യമായിട്ടില്ല. മെഡിക്കലൊക്കെ എടുത്തിട്ടുണ്ട് പോലീസ്. മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് കയ്യിലൊരു വലിയ ബാഗ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മറ്റു ചിലർ കയറുന്നു എന്നും പറഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങാനാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചില അവ്യക്തതകൾ ഉണ്ട് എന്നുള്ളതാണ് പുന്നപ്ര പോലീസിൽ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 20 രൂപ ടിക്കറ്റാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. പക്ഷേ ചങ്ങനാശ്ശേരിയിലാണ് ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. മാത്രമല്ല പിന്നെ ഇടയ്ക്ക് ചില ആളുകൾ വണ്ടിയിൽ കയറുമെന്നൊക്കെ പറഞ്ഞിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. വളരെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും വലിയൊരു പ്രകോപനത്തിലേക്ക് പോകാൻ കാരണമെന്നതാണ്. കാരണം നമുക്ക് സാധാരണ ഒരു മർദ്ദന രീതിയൊന്നുമല്ല. കൈയൊക്കെ കടിച്ച് മുറിച്ചിട്ടുണ്ട്. അതായത് കൈവെള്ളയൊക്കെ കടിച്ച് മുറിവ് വന്നിട്ട് രക്തം വന്നിട്ടുണ്ടായിരുന്നു ആ കണ്ടക്ടറെ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇടികൊണ്ടിട്ട് മുഖത്തും ഒക്കെ ചോര പൊടിഞ്ഞിട്ടുണ്ട്, തലയിലും ഒക്കെ ഇടികൊണ്ടിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ. നമ്മൾ ആ സംഭവം നടന്ന അപ്പൊ തന്നെ അവിടെ നമ്മൾ എത്തിയപ്പോൾ ഇവരെ കണ്ടിരുന്നു. ആ കണ്ടക്ടറുടെ കൈയുടെ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ പോലും കൈ ഇങ്ങനെ വറയ്ക്കുവാണ്. ആ രീതിയിൽ കയ്യിൽ ആ ആക്രമണത്തിൽ അയാളും ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഇത്രയും ഒരു ബസ്സിനകത്ത് കിടന്ന് ഇത്രയും വലിയൊരു രീതിയിലുള്ള ഒരു പ്രകോപനപരമായ ഒരു പെരുമാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസുകാരും അതിശയത്തോടെ ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സൗത്ത് CI തോംസന്റെ നേതൃത്വത്തിൽ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഈ യുവാവ് തലകുനിച്ച് നിൽക്കുന്നതല്ലാതെ മറ്റ് മറുപടികളൊന്നും കാര്യമായി പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോവുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതെന്ന് സംബന്ധിച്ചൊക്കെ എന്തായാലും മെഡിക്കൽ എടുത്തിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ പറയാനാകൂ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് കണ്ടക്ടറെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിൽ വൻ രാസലഹരി വേട്ട. ആലുവ കരിയാട് സിഗ്നൽ ജംഗ്ഷന് സമീപം കാറിൽ ലഹരി കടത്തുകയായിരുന്ന യുവാവിനെ പിടികൂടി. 350 ഗ്രാം MDMA-യും 1/2 കിലോ കഞ്ചാവും 2 LSD സ്റ്റാമ്പുകളുമായി ആലുവ സ്വദേശി ആസാദാണ് അറസ്റ്റിലായത്. അങ്കമാലിയിൽ ലക്ഷങ്ങൾ വില വരുന്ന 70 ഗ്രാം MDMA-യുമായി ഞാറക്കൽ സ്വദേശി അജു ജോസഫും പിടിയിലായി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഇന്നലെ ലഹരി വിരുദ്ധ ദിനമായിരുന്നു. സംസ്ഥാനത്തെമ്പാടും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ലഹരി വേട്ട വിവിധയിടങ്ങളിലുണ്ടായി. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ, അതും രാസലഹരി പിടികൂടിയത് ആലുവ റൂറൽ പോലീസ് പരിധിയിലാണ്. ഏകദേശം എത്ര ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് ഈ രണ്ടിടത്തു നിന്നുമായി പോലീസ് പിടിച്ചെടുത്തത്?
ടോം, ആലുവ ഡാൻസ് ഓഫും അതോടൊപ്പം അങ്കമാലി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് രണ്ടിടങ്ങളിലായി വലിയ രീതിയിലുള്ളൊരു ലഹരി വേട്ട തന്നെ നടന്നത്. ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോട് കൂടിയായിരുന്നു ഒരു കാറിൽ കടത്തിയ ലഹരിയുമായി യുവാവ് പിടിയിലായത്. ആലുവ സ്വദേശി ആസാദാണ് പിടിയിലായത്. ആസാദിന്റെ കാറിൽ നിന്നും 350 ഗ്രാം MDMA-യും 1/2 കിലോ കഞ്ചാവും 2 LSD സ്റ്റാമ്പുമാണ് പിടികൂടിയത്. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി കടത്തുന്ന ആളാണെന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഇയാൾ ആർക്കാണ് ഈ ലഹരി വിൽക്കുന്നത്, ആരിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദേശീയപാത, കരിയാട് ദേശീയപാതയിലെ സിഗ്നലിൽ നിർത്തിയിട്ടപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഈ കാറിൽ നിന്നും ലഹരി പോലീസ് പിടിച്ചെടുത്തത്. പോലീസിന് ഒരു രഹസ്യ വിവരം വന്നിട്ടുണ്ടായിരുന്നു, ഇയാളുടെ കാറിൽ ലഹരി കടത്തുന്നുണ്ടെന്ന്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും വലിയ രീതിയിലുള്ള ലഹരി അന്വേഷണ സംഘം പിടികൂടിയത്. മറ്റൊന്ന് ഇന്നലെ രാത്രി നടന്നതാണ്. കോയമ്പത്തൂരിൽ നിന്നും വന്ന ഒരു ബസ്സിൽ ആണ് നായരമ്പലം സ്വദേശി അജു ജോസഫിൽ നിന്നും ഇന്നലെ രാത്രി ബസ്സിൽ നിന്നും പിടികൂടിയത്. അതും ഏറ്റവും നല്ല 770 ഗ്രാമിലധികം കഞ്ചാവുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തിയിരിക്കുന്നത്. നൈജീരിയയിൽ നിന്നും വന്ന യുവാവിൽ നിന്നും, അതായത് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ നൈജീരിയയിൽ നിന്നും ഇത്തരത്തിൽ ലഹരി കൊണ്ടുവരുന്ന വ്യക്തിയിൽ നിന്നും ലഹരി വാങ്ങി നാട്ടിലെത്തി, കൊച്ചിയിലെത്തി വിവിധ ആളുകൾക്ക് സപ്ലൈ ചെയ്യുകയാണ് ഇയാളുടെ ജോലി. ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ടോം, ഇതിനു മുൻപ് തന്നെ ഈ അജു ജോസഫിനെ പോലീസ് ഈ ലഹരിക്കടത്തിൽ പിടികൂടിയിരുന്നു. ഇപ്പോൾ പിടികൂടിയപ്പോൾ അന്ന് പിടികൂടി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അജു ജോസഫ് വീണ്ടും ഇത്തരത്തിൽ ലഹരി കടത്തിൽ ഏർപ്പെടുന്നത്. ഇന്നലെ പിടിയിലാകുമ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ നിന്നും അജു നൽകിയ മൊഴി വളരെ രസകരമാണ്. തനിക്ക് ഇതിനു മുൻപ് തന്നെ പലതവണ ലഹരിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പിടിച്ച കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് താൻ വീണ്ടും പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും താൻ ലഹരി കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു രസകരമായിട്ടുള്ളൊരു മറുപടിയാണ് പോലീസിന് അജു മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപ് ലഹരിയിൽ പിടിച്ചു, അതിന്റെ കേസ് നടത്തിപ്പിന് വേണ്ടി പണം വേണം, അതിനു വേണ്ടിയിട്ടാണ് താൻ വീണ്ടും ലഹരി കടത്തുന്നതെന്നൊരു മൊഴിയാണ് അജു പോലീസിന് നൽകിയിട്ടുള്ളത്. പ്രധാനമായും കോയമ്പത്തൂര്, ബാംഗ്ലൂർ ഇവിടങ്ങളിൽ രസകരമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ്, മൊഴി തന്നെയാണ് ഈ അജു ജോസഫ് പോലീസിന് നൽകിയത്. പക്ഷേ നവമി, ഇതൊരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക്, സംസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ കൊക്കൈനും MDMA-യും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട സൂചനയാണ് ഇപ്പോൾ പിടിയിലായ ആസാദും അജു ഒക്കെ മൊഴി നൽകിയത്. നൈജീരിയൻ സ്വദേശിയാണ് ഇവർക്ക്, ഈ ആസാദിന് MDMA നൽകിയത്. അതും ലക്ഷങ്ങൾ വില മതിക്കുന്നു. 350 ഗ്രാം MDMA എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ 2 പേര്, ദമ്പതികളിൽ നിന്നും കൊക്കൈൻ പിടികൂടിയിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക്, ഇവിടുത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടക്കം ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിലെ പ്രധാനികളിലേക്ക് എത്താൻ പോലീസിന് കഴിയുമോ? ഈ കേസുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ആസാദും അജുവുമൊക്കെ ഈ ലഹരി മാഫിയയിലെ കണ്ണികൾ മാത്രമാണ്. ഇതിലെ പ്രധാനികളിലേക്കുള്ള പോലീസിൻ്റെ അന്വേഷണം എളുപ്പമാണോ? അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുൻപ് പലതവണ ഇത്തരത്തിൽ ലഹരികൾ പിടികൂടുന്നുണ്ട്. അത് പ്രധാനമായും കൊച്ചി കേന്ദ്രീകരിച്ചാണ്. യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലൊക്കെ വലിയ രീതിയിൽ ഇവർ ലഹരി ഉപയോഗിക്കുന്നവരുമുണ്ട്, അല്ലെങ്കിൽ ഇതിലെ കണ്ണികളായും പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും ബാംഗ്ലൂര്, ഹൈദരാബാദ്, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർ പ്രധാനമായും ലഹരി ശേഖരിക്കുന്നത്. അതിനുശേഷം ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിൽക്കുന്നു. ഇവർ പ്രധാനമായും പറയുന്നത് ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ തോതിലുള്ള ഈ ലഹരി വിറ്റാൽ തന്നെ വലിയ പൈസയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവരൊരു ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് പലരും ലഹരി ഉപയോഗിക്കുന്നതും അതോടൊപ്പം ലഹരി കച്ചവടം നടത്തുന്നതും. പക്ഷേ പിടികൂടുന്നത് എപ്പോഴും ചെറിയ കണ്ണികൾ മാത്രമായിരിക്കും.
എവിടെ നിന്നാണ് ഈ പ്രധാനമായും ഈ ബൾക്ക് കണക്കിന് ലഹരികൾ എത്തുന്നത്, ഇത് എവിടേക്കൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നതെന്ന് പലപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ പിടികൂടുന്ന 2 യുവാക്കളെ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നായിക്കോട്ടെ, ഈ പിടികൂടിയ യുവാക്കൾ ജയിലിൽ കിടക്കുന്നു, അതിനുശേഷം അവർ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നു, പിന്നീട് ഇവർ വീണ്ടും ആഡംബര ജീവിതം നയിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഈ കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ലഹരി കടത്തിലേക്ക് ഇറങ്ങുന്നു, അവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു. അങ്ങനെ ഈ കേസ് ഒതുങ്ങി തീരുന്നു എന്നല്ലാതെ പ്രധാനപ്പെട്ട ഏജന്റ് ആരാണ്, എവിടെ നിന്നാണ് ഈ ലഹരികൾ എത്തുന്നത്, ഇതിനൊരു തടയിടാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമം ശക്തമാകുന്നില്ല. നിയമവ്യവസ്ഥ കുറച്ചുകൂടി ശക്തമായാൽ മാത്രമേ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പിടികൂടാനും അല്ലെങ്കിൽ ഒരു തടയിടാനും കഴിയുകയുള്ളൂ. നമ്മുടെ യുവാക്കൾ, യുവതികൾ, അതോടൊപ്പം വിദ്യാർത്ഥികളാണ് ഇവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. ഇവർക്ക് ലഹരി മരുന്ന് നൽകുന്നു, ഇവരെ മറ്റ് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, മാനസികമായി തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകുന്ന തരത്തിലേക്ക് ഇവർ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പലപ്പോഴും ഈ പിടികൂടുന്നു, ആ കേസ് ഒതുക്കി തീർക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം, ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് അല്ലെങ്കിൽ നൈജീരിയയിൽ നിന്നൊക്കെയാണ് ഈ ലഹരികൾ വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഏജന്റ് ആരാണ്, ആരെ പിടികൂടിയാലാണ് ഈ കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാൻ സാധിക്കുക എന്നതിൽ പലപ്പോഴും അന്വേഷണ സംഘം പരാജയപ്പെട്ടു പോകുന്നുമുണ്ട് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ 2 പേർ ഇന്നലെ ഈ ആലുവ റൂറൽ പോലീസ് പരിധിയിൽ മാത്രം 2 അംഗ സംഘം പിടിയിലായി. വരും ദിവസങ്ങളിൽ ഈ ലഹരി സംഘത്തെ പിടികൂടാൻ പോലീസിന്റെ അന്വേഷണം കൂടുതൽ സജീവമാക്കുമോ? ഓപ്പറേഷൻ ക്ലീൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം ലഹരിവേട്ട പോലീസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആലുവയിലും അങ്കമാലിയിലും ഒക്കെ പോലീസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ലഹരി കേസുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ലഹരികൾ പിടികൂടും എന്നത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഈ ലഹരി പരിശോധനയുണ്ടായിരുന്നു, റെയ്ഡുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ നിരവധി കഞ്ചാവുകളും അല്ലെങ്കിൽ MDMA ഒക്കെ പിടികൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തീരുമാനം. ഇനിയും ഇത്തരത്തിൽ കഞ്ചാവ് വേട്ടകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ റൂറൽ പോലീസ് പരിധിയിലാണ് ഇന്നലെ മാത്രം, അതായത് ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം 2 യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യാന്തര ലഹരി സംഘങ്ങളിലേക്ക്, ലഹരി മാഫിയയിലേക്കും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യൻ യുദ്ധഭൂമിയിൽ ഒട്ടേറെ മലയാളി യുവാക്കൾ കുടുങ്ങിയ വാർത്ത നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. പലരും മടങ്ങിയെത്തി. ഏറ്റവും ഒടുവിൽ അവസാന മലയാളിയും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം 5 സ്വദേശി ടിനുവാണ് പുലർച്ചെ മടങ്ങിയെത്തിയത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഏറെ ആശങ്കപ്പെടുത്തിയ സംഭവമായിരുന്നു റഷ്യൻ യുദ്ധഭൂമിയിൽ നിരവധി മലയാളി യുവാക്കൾ കുടുങ്ങിയെന്ന വാർത്ത. അത് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് പോയവർ. ആശ്വാസകരമായിട്ടുള്ള കാര്യം, അവസാനത്തെ മലയാളിയും സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഇരയായത്, ഈ യുദ്ധഭൂമിയിലെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടോ? ടോം, മാസങ്ങൾക്ക് മുമ്പ് റഷ്യയിലെ ലിസ്റ്റുചെൻസ് എന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ജോലിക്ക് എന്ന പേരിൽ എത്തിയ 4 യുവാക്കളിൽ, തിരുവനന്തപുരം 5 സ്വദേശിയായ 4 യുവാക്കളിൽ ഏറ്റവും ഒടുവിലത്തെ ആളായ ടിനു പന്നിയടിമയാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരികെ എത്തിയത്. മറ്റ് 3 പേർ, ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ വിനീത്, അതോടൊപ്പം പ്രിൻസ് ഗെയിൽ തുടങ്ങിയവർ
നേരത്തെ തന്നെ മോചിതരായിരുന്നു. അവരെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ തരത്തിൽ വിവാദമാവുകയും വാർത്തയാകുകയും ഒക്കെ ചെയ്തതാണ്. കാരണം കൃത്യമായ ഇടപെടൽ നടത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിയുന്നില്ല എന്ന വിമർശനമൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ ടിനുവിനെ മാത്രം മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയായിരുന്നു. അത് തന്നെയാണ് മാസങ്ങൾ നീണ്ട ഈ പ്രക്രിയയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ടിനുവിന് നാട്ടിലേക്ക് അഞ്ചുതെങ്ങിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് വേണം എടുത്തു പറയാൻ. കാരണം അത്രമാത്രം പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് ടിനുവിൻ്റെ കുടുംബമടക്കം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരുന്നത്. സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടി നല്ല ആകർഷകമായ ശമ്പളത്തിൽ യുവാക്കളെ കൊണ്ടുപോകുന്നു എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ടിനു ഉൾപ്പെടെയുള്ള 4 പേർ അഞ്ചുതെങ്ങിൽ നിന്ന് റഷ്യയിൽ പ്രവർത്തിക്കുന്ന മലയാളി നേതൃത്വം നൽകുന്ന ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കെണിയിൽപ്പെടുന്നത്. അങ്ങനെ അവർ അവിടെ ജോലിക്കെത്തുന്നു. 2 ആഴ്ചത്തെ പരിശീലനം ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നു. ഈ പരിശീലനത്തിന് ശേഷം അവരെ നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഉക്രൈനുമായി യുദ്ധം ചെയ്യുന്ന യുദ്ധഭൂമിയിലേക്ക് സൈനികർക്കൊപ്പം കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ബോംബ് സ്ഫോടനത്തിൽ പ്രിൻസ് ഗെയിലിന് മാരകമായി പരിക്കേൽക്കുന്നത്. തുടർന്ന് പ്രിൻസിനെ അവിടെ അടിയന്തരമായ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു. അതിനിടയിൽ പ്രിൻസ് ഗെയിൽ അവിടുന്ന് അയച്ച ഒരു ശബ്ദ സന്ദേശമാണ്, മൊബൈലിൽ അയച്ച ചില ദൃശ്യങ്ങളാണ്. വലിയ തരത്തിൽ ഈ റഷ്യയിൽ വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തി മലയാളികൾ കബളിപ്പിക്കപ്പെട്ടു, അവർ യുദ്ധമുഖത്താണ് തുടരുന്നത്, ജീവൻ അപകടത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാൻ ഇടയാക്കിയ സാഹചര്യവും അതുതന്നെയായിരുന്നു. എന്തായാലും ഈ ടിനുവിൻ്റെ മടങ്ങിവരവ് സംബന്ധിച്ച ഏറെ മാസങ്ങളായി നീണ്ട അനിശ്ചിതത്വത്തിനാണ് ഇന്ന് പുലർച്ചെ ഈ കടന്നു വന്നതിലൂടെ വിരാമമായിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയ മലയാളികളെക്കുറിച്ചുമൊക്കെ ഡൽഹി ആസ്ഥാനമായി CBIയുടെ പ്രത്യേക സംഘം അന്വേഷണം തുടരുകയാണ്. അവർ 2 തവണ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ വലിയ പ്രതിസന്ധികൾക്ക് ഇടയിൽ ടിനു മാത്രം എപ്പോൾ മടങ്ങി വരുമെന്ന കാര്യത്തിൽ ഏറെ ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ അതിനിടയിലാണ് കുടുംബത്തിനും നാടിനും ആശ്വാസമായി ടിനു കൂടി ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെയും ഇപ്പോഴും ഡാൻ ഈ റിക്രൂട്ടിംഗ് ഏജൻസിയെ, വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് 2 പേരുടെ കസ്റ്റഡിയിൽ മാത്രമാണ് ഒതുങ്ങിയത്. ഇത് എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്, ഈ വിസ തട്ടിപ്പ്? ഇതിന് പിന്നിൽ ഒരു വൻ സംഘം തന്നെയുണ്ടോ? മലയാളികൾക്ക് ബന്ധമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ CBIയുടെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് മലയാളി നേതൃത്വം നൽകുന്ന ഒരു വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ഇയാൾ ഏതാണ്ട് 30 വർഷമായി, കഴിഞ്ഞ 30 വർഷമായി റഷ്യയിൽ സമാനമായ തരത്തിൽ റിക്രൂട്ട്മെന്റ് ഇടപാടുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന വിവരമാണ് കൃത്യമായി തന്നെ ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അയാൾ നാട്ടിലേക്ക് തിരികെ എത്തിയാൽ മാത്രമേ ഇയാളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ CBI ഉദ്യോഗസ്ഥർക്കും കടക്കാൻ കഴിയില്ല. എന്തായാലും അയാൾ പിന്നീട് നാട്ടിലെത്തിയിട്ടില്ല. അയാളുടെ സഹായികൾ തുമ്പ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 2 പേർ CBI അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്ന സാഹചര്യമുണ്ടായത്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ വ്യക്തമായ കാര്യം, ഈ സെക്യൂരിറ്റി ജോലിക്ക്, അവിടെ സുരക്ഷാ ജോലിക്ക് എന്ന പേരിൽ ഇവിടെ നിന്ന് വലിയ തരത്തിൽ അഭ്യസ്തവിദ്യരായ യുവാക്കളൊന്നുമല്ല. അവർ 10ാം ക്ലാസ്സോ അല്ലെ +2 മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവാക്കളായിരുന്നു. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്ത് ആകർഷകമായ ശമ്പളം വാഗ്ദാനം ചെയ്ത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെയായിരുന്നു വാഗ്ദാനം ചെയ്യുന്ന ശമ്പളം. എന്തായാലും ഈ ശമ്പളം കൃത്യമായി ലഭിച്ചിരുന്നു. അതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇങ്ങനെ ശമ്പളം ലഭിച്ചിരുന്നു. ആ ശമ്പളം വാഗ്ദാനം ചെയ്ത് അവരെ ഈ ലിസ്റ്റുചെൻസ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ വെച്ച് ചില ഈ ട്രെയിനിങ്ങിന് ശേഷം ചില എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കും. അത് സ്വാഭാവികമായി റഷ്യൻ ഭാഷയിലുള്ളതാണ്. അവർക്കത് വായിച്ച് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന പ്രാവീണ്യം നേടി പിന്നീട് അതിൽ ഒപ്പിട്ട് കൊടുക്കാനുള്ള മാത്രം അറിവ് ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന വ്യക്തമായ ധാരണയില്ലാതെയാണ് ഈ എഗ്രിമെന്റുകളിൽ മുഴുവൻ ഒപ്പുവെച്ചത്. അതായത് അവർക്ക് വേണ്ടി സൈനിക സേവനം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പുവരുത്തുന്ന എഗ്രിമെന്റിലായിരുന്നു അഞ്ചുതെങ്ങ് സ്വദേശികളായ യുവാക്കളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. അതിനിടയിൽ വളരെ ഈ അപകടം രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ, ലിസ്റ്റുചെൻസിൽ യുദ്ധം മുറുകുന്ന ഒരു പശ്ചാത്തലത്തിൽ, യുക്രൈൻ സൈന്യത്തിന്റെ ബോംബാക്രമണത്തിൽ ഈ പ്രിൻസ് ഗെയിലിന് പരിക്കേറ്റതോടെയാണ് മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ യുദ്ധമുഖത്താണ് എന്ന കാര്യം നാട്ടിൽ അറിയുന്നത്. അതോടൊപ്പം നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കം അറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് അവരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി വിവിധ തലത്തിൽ നയതന്ത്ര ചർച്ചകൾ നടന്നത്. 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രിൻസ് ഗെയിലിന്റെയും
വിനീത ഉൾപ്പെടെയുള്ള മറ്റ് 5 സ്വദേശികളെ നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിനും ഇന്ത്യൻ എംബസിക്കുമൊക്കെ കഴിഞ്ഞത്. പക്ഷേ ടിനുവിന്റെ കാര്യത്തിൽ അപ്പോഴും ഈ പ്രതിസന്ധി തുടരുകയായിരുന്നു. ടിനു യുദ്ധമുഖത്ത് തന്നെ തുടരുകയായിരുന്നു എന്ന വാർത്തകൾ വന്നു. അതിനിടയിലാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യൻ പൗരന്മാർ അവിടെ ഈ യുദ്ധമുഖത്ത് വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്ന ആശങ്കയുണർത്തുന്ന വാർത്ത വന്നത്. അപ്പോഴും കുടുംബാംഗങ്ങളും നാട്ടുകാരുമൊക്കെ വലിയ വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അവസാനത്തെ മലയാളിയും മടങ്ങിയെത്തി എന്നത് ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതേണ്ട, അക്കാര്യം ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട, കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ഫേസ്ബുക്കിലൂടെ ഭീഷണി. പിന്നാലെ മനു തോമസ് ഫേസ്ബുക്കിൽ മറുപടിയും നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിമർശിച്ചാണ് പോസ്റ്റ്. ഒഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്നും മനു തോമസ് വിമർശിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഇത് ഫേസ്ബുക്കിലൂടെ പരസ്യമായി തന്നെ പോർവിളി നടത്തുന്നു ആകാശ് തില്ലങ്കേരി. ആ ഭീഷണിയുടെ സ്വഭാവം എന്താണ്? ടോം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ടാണ് പാർട്ടി വിട്ട മുൻ DYFI നേതാവ് മനുവിന്റെ ചില പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും എത്തിയിരുന്നത്. ഇതിന് ഉള്ള ഒരു പോസ്റ്റിൽ കമന്റ് എന്ന രീതിയിലാണ് ഷുഹൈബ് വധക്കേസിലെ പ്രതിയും സ്വർണ്ണ കടത്ത് കേസ് അടക്കമുള്ളവയിലെ പ്രതിയുമായ ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ കൂടി ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട, കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ എന്നും കഴിഞ്ഞെന്ന് വരില്ല എന്നും പറയുന്നു ആകാശ് തില്ലങ്കേരി പറയുന്നു. പിന്നീട് ഈ വാക്കുകൾ വിവാദമായതോടുകൂടി, അല്ലെങ്കിൽ ഇതിനൊരു ഭീഷണിയുടെ മുനയുണ്ട് എന്ന് വ്യക്തമാക്കിയ ആയതോടുകൂടി, വിമർശനങ്ങൾ വരുന്നതോടുകൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് ആകാശ് തില്ലങ്കേരി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നേരത്തെ P ജയരാജൻ മനുവിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ആരെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കുമെന്ന് കരുതേണ്ടതില്ലെന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ്. ജില്ലാ കമ്മിറ്റി അംഗം ആയതിനു പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ലെന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് CPM വിട്ടതുകൊണ്ടാണെന്നും ജയരാജൻ വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെ മനു കൃത്യമായ വിമർശനം P ജയരാജനെതിരെയും മുന്നോട്ട് വെച്ചിരുന്നു. പാർട്ടിയെ കൊത്തിവലിക്കാൻ മാധ്യമങ്ങളിലൂടെ അവസരം ഒരുക്കിയത് P ജയരാജനാണ് എന്നാണ് മനു തോമസ് പറയുന്നത്. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചു, പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചെന്നുമൊക്കെ ഈ മനു തോമസ് ഫേസ്ബുക്കിലൂടെ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ആകാശ് തില്ലങ്കേരിയുടെ ഈ പ്രസ്താവന വിവാദമായതിനു പിന്നാലെ ഒരു മറുകുറിപ്പുമായി വീണ്ടും ഈ കാര്യത്തിൽ മനു തോമസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: P ജയരാജനെ അദ്ദേഹത്തിന്റെ തന്നെ എനിക്കെതിരായ തെറ്റിദ്ധാരണാജനകമായ FB പോസ്റ്റിനെ ആധാരമാക്കി ഒരു സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ മാഫിയ തലവന്മാർ ആണെന്നത് ആശ്ചര്യപ്പെടുത്തില്ല. അതായത് ആകാശ് തില്ലങ്കേരിയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും, അതായത് ആകാശ് തില്ലങ്കേരിയെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയണം, അതിന്റെ ബാധ്യത CPM-നാണ് എന്നും നേതൃത്വത്തോട് ഈ മനു തോമസ് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഈ ഒഞ്ചിയത്തും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല എന്നും വിപ്ലവ വൈകൃതമായിരുന്നു എന്നും ഈ മനു തോമസ് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല, അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ. കൃത്യമായി തന്നെ വ്യാജ സൈന്യങ്ങൾ എന്ന വാക്ക് മനു തോമസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം ഒഞ്ചിയത്തും ഈ എടയന്നൂരും ഒക്കെ നടന്ന പല ആക്ഷനുകളിലും, പ്രത്യേകിച്ചും ഷുഹൈബിന്റെയും TP ചന്ദ്രശേഖരന്റെയും വസതിലുമൊക്കെ വ്യാജ സൈന്യം വാടക കൊള്ളയാളികളെ ഉപയോഗിച്ചാണ് പാർട്ടി ഇത്തരം കൃത്യങ്ങൾ നടന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ഇതിൽ വാടക കൊലയാളികളെ TP വധക്കേസിൽ അടക്കം കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തനിക്കെതിരെ അത്തരമൊരു വ്യാജ സൈന്യത്തെ അണിനിരത്തി കൊല്ലാമെന്ന് ശ്രമിച്ചാലും അതുകൊണ്ട് നാവുകൾ നിശബ്ദമായി മാറില്ല എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഇരുപക്ഷവും തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നതിനപ്പുറം മറ്റു തലങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ യുദ്ധം മാറുമോ എന്നതാണ് കണ്ണൂരും കേരള രാഷ്ട്രീയവും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായാണ് ആകാശ് തില്ലങ്കേരി രംഗത്തെത്തിയത്. പിന്നാലെ മറുപടിയുമായി മനു തോമസും FB-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.